പെരുന്നാളായിട്ട് മുത്തൂസം ലീവ് കൊടുത്തില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. കട്ട്ലേറ്റും പിന്നെ ബ്രെഡ് പോക്കറ്റും. ഇനി മുത്തൂസിന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇനി ലീവാണ് കേട്ടോ. ഇന്ന് ഉച്ചക്ക് മറ്റേ 10 മണിക്ക് എണീക്ക് എണീക്ക് സമയൊക്കെ ആയിക്കണ്. എണീച്ചാ മാത്രം മതി. ഒരാളവിടെ മൂടി പതിച്ചിക്കണം. എന്ത് എണീക്കാൻ അങ്ങനെങ്കിലും ഒന്ന് എണീക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് വലിയ പെരുന്നാളിന്റെ ഒരു കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കത്തിലേക്ക് നേരത്തൊക്കെ നീച്ച് പണികളിലും കാര്യങ്ങളിലൊക്കെ ഉറങ്ങല്ലേ ഇങ്ങനെ കണ്ട് എന്ത് പടായാണ്. മുത്തൂസ് പണിയിലല്ലേ. ഞാന് ഓളോട് തന്നെ ഒരു 6:45 വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ ഇപ്പൊ നേരത്തെ വിളിച്ചു. അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ തന്നെയാണ്. 6:45 വിളിച്ചാൻ പറഞ്ഞ 6:45 അറിയാം. എല്ലാരും നല്ല ഉറക്ക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് കുളിച്ച് മാറ്റി പള്ളിയിൽ പോകണം. ഇവിടെ 7:30 ഇവിടെ നിസ്കാരം. പിന്നെയാണെന്നുണ്ടെങ്കിലോ ഉച്ചക്കാണ് ഉദയത്ത്. അങ്ങനത്തെ പരിപാടികളുണ്ട്. എണീക്കാൻ സമ്മതിക്കൂല. കണ്ണുറക്കേ തുറന്നിട്ടുണ്ട്. അപ്പൊ മുത്തൂസേ എന്തൊക്കെ സ്പെഷ്യൽ എന്താ? ചാടിക്കുമ്പോ കണ്ടാ പോയെ. രാവിലെ തന്നെ മുത്തൂസ് ഡ്രസ്സൊക്കെ ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികളതും എൻ്റെതും ഒക്കെ ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട്. മുത്തൂസാറ് കുട്ടികളെ കുളിപ്പിക്കണ തിരക്കിലാണ്. എന്തിനു കാര്യമാണ്? പള്ളിക്കില്ലേ ഇല്ലേ? ഉണ്ടോ? എന്തിനെന്തിനാ കാര്യണ? എന്തിനാ കുളിച്ചില്ലേ? കുളിച്ചിന് കാര്യണ്. അപ്പൊ ഇന്ന് മുത്തൂസിന്റെ പെരുന്നാൾ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കാണിച്ചരാ. ഇതെന്തൊക്കെയാ മുത്തൂസ്? ഇന്ന് കട്ട്ലേറ്റ്. ഇതെന്താണ് ഇത്? എനിക്ക് തോന്നണു മറ്റേ ഷവർമ ഫില്ലിംഗ് ആണ് തോന്നണു. അല്ല മുത്തൂസ? ബ്രെഡ് പോക്കറ്റ്. പിന്നെ ബിരിയാണി ഇതാ ദമ്മിട്ട് വെച്ചേക്കണു. ചായ ഉണ്ടാക്കി വെച്ചേക്കണ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും റെഡിയാണ്. അപ്പോൾ അതൊക്കെ ഇനി വന്നിട്ട് തിന്നലുണ്ടാവുള്ളൂ. കാരണം വലിയൊരുനാളിനറിയാലോ, പള്ളിയിൽ പോയി വന്നിട്ടാണ് ഒക്കെ കഴിക്കുക. അപ്പൊ നേരെ പള്ളിയിൽ പോവാണ്. ദബ്ബന് ഇതാ റെഡി ആവണുള്ളൂ, കുപ്പായിടണുള്ളൂനെ. മറ്റോനിതാ കരിഞ്ഞ് പാട്ടാടി കൊണ്ടിരിക്കണം. അപ്പൊ ബാക്കി നേരെ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ വന്നിട്ട് ബാക്കി ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട് മുത്തൂസേ? ബിരിയാണി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ഉദയത്തിന്റെ അറവ് എന്നാണ്. അപ്പോ അതിനും പോണ്ടരും. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ. മുത്തൂസ് രാവിലെ എത്ര മണിക്ക് കഴിച്ചാണ്? ഇന്ന് രാവിലെ 4 മണിക്ക് കഴിച്ചിട്ട് തുടങ്ങിയ പണിയാണ്. പാവന്റെ മുത്തൂസ്. അതെ, പെരുന്നാളായിട്ട് മുത്തൂസം ലീവ് കൊടുത്തില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. എല്ലാ ആളുകൾക്കും പെരുന്നാളായിട്ട് ലീവ് ഉണ്ട്. മുത്തൂസിന് മാത്രം ലീവില്ല. രാവിലെ സാധാരണത്തിന്റെയൊക്കെ നേരത്തെ എനിക്ക് പണി തുടങ്ങണം എന്നൊക്കെ പറഞ്ഞേ. മുത്തൂസിന് സങ്കടം ഉണ്ടോ? മുത്തൂസ് സങ്കടമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ മുത്തൂസ്? വാച്ചും കൂടെ ഉണ്ട്. ഇപ്പൊ ഇതെന്റെ പെരുന്നാൾ ഡ്രസ് അല്ലേ മുത്തൂസ്? ഇതാണ് പെരുന്നാൾ ഡ്രസ്. തുണി എടുത്തിട്ടുണ്ടായിരുന്നില്ല. തുണി കഴിഞ്ഞ പെരുന്നാൾക്കത്തെ തുണിയാണ്. പക്ഷെ ഷർട്ട് ഇതാണ്. മറ്റേ പാന്റ് ഉണ്ട്. വേറെ പിന്നെ ഞാൻ തുണി അടിക്കലുള്ളൂ.
ആ എന്റെ കുട്ടിക്ക് സ്പ്രേ വേണം. സ്പ്രേ അടിക്കണ പള്ളി പോവാ അല്ലേ? എവിടെ ചിരിച്ച് പെരുന്നാളായിട്ട് ഇങ്ങനെ പോയിരുന്ന പള്ളിയൊക്കെ. ഓ വെജപ്പോ എനിക്ക് പോയി കടന്നുറങ്ങിക്കോ. എന്നാ പോയി കടന്നുറങ്ങിക്കോ. അതിന്റെ ഇടയ്ക്ക് പൊട്ടാത്ത പടക്കങ്ങളൊക്കെ വലിച്ചൊട്ടിച്ച പൊട്ടിയതാക്കാരം. ഒന്നും പൊട്ടിയിട്ടില്ല ഒക്കെ. ഒക്കെ അങ്ങനെ പൊട്ടിയുള്ളൂ. പിന്നെ കൊറേ പൊട്ടാത്തത് അവിടെ ഒന്നും പൊട്ടാത്തുണ്ട്. അവിടെ ആകെ കത്തിച്ചായിരുന്നു നൂലൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ പള്ളി പോവാണ്. ഇതാ റാജി, ഹാദി, ദാനു. ദിവസമാണ് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് പ്രകാരം 40 ദിവസമാണ് ആ അഗ്നിഗോളത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ചത്. അപ്പൊ ഗൈസ് അങ്ങനെ പെരുന്നാസ്കാരൊക്കെ കഴിഞ്ഞു. ഉപ്പാന്റെ കബറിങ്ങ പോയി നേരെ വീട്ടിലേക്ക് എത്തിട്ടോ. മുത്തൂസ് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ പോകുമ്പോ എന്തായി നാവ പോയി നോക്കി നോക്കാം. മുത്തൂസേ എന്തായി? സാധനങ്ങളൊക്കെ റെഡിയായോ? എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കണേ? കട്ട്ലേറ്റും പിന്നെ ബ്രെഡ് പോക്കറ്റും പഴക്കേക്ക് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കി. പിന്നെ പായസം ഉണ്ടാക്കി. പായസം എന്ത് പായസാണ്? സേമിയ. ആ അത് സേമിയ പായസം ഉണ്ടാക്കിക്കല്ലേ. പിന്നെ ബിരിയാണി ദമ്മിട്ടേക്കണം. പുഡിങ് ഉണ്ടാക്കിക്കണേ. ആ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പൊ ഇന്നെന്താണ് പെരുന്നാളായിട്ട് നിങ്ങളൊക്കെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ വീട്ടിലുള്ളത്. പിന്നെ ഇനി മുത്തൂസിന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇനി ലീവാണ് കേട്ടോ. ഒന്ന് ഉച്ചക്ക് മറ്റേ 10 മണിക്ക് ശേഷം മുത്തൂസിന് ലീവാണ്.